ഹായ് ഫ്രണ്ട്സ്, എസ് ആൻഡ് ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി പാർട്ടി വെയർ ഡിസൈൻ ചെയ്യാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് ബീഡ്സ് കോർത്താൽ മാത്രം മതി. പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാറ്റേൺ ഡ്രോ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതായതുകൊണ്ടാണ്. ഇനി പാറ്റേണൂടെ കാണിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മെറ്റീരിയലിൽ തന്നെ ഞാൻ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് എന്താ പറയുക, ഒരു ബ്ലൂ കളർ ജോർജറ്റ് ആണ് കേട്ടോ. റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ ഞാൻ ഇതുപോലെയുള്ള നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം കളർ തന്നെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. കട്ട് ബീഡ്സ് ആണ്. റോയൽ ബ്ലൂ ഷെയ്ഡിലുള്ള കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗോൾഡൻ കളർ റൗണ്ട് ബീഡ്സ് വേണം. പിന്നെ നമുക്ക് ഇതുപോലെ ആൻറ്റി കളർ കട്ട് ബീഡ്സ് വേണം. ഇത് നമുക്ക് വളരെ കുറച്ച് മതി കേട്ടോ. ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തേക്കുന്നതേ ഉള്ളൂ. നമുക്ക് വളരെ കുറച്ച് മതി. നമുക്ക് മെയിനായിട്ട് വേണ്ട രണ്ട് സംഭവം ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ആൻറ്റി കളറുള്ള കട്ട് ബീഡ്സ് നിർബന്ധമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. നമുക്ക് ഈ ഗോൾഡനും ബ്ലൂവും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വർക്ക് ചെയ്യാം. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ആൻറ്റി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇല്ലെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. അപ്പോൾ നമുക്ക് ഈ 3 മെറ്റീരിയൽ മതി. പിന്നെ നമ്മുടെ ത്രെഡ് നോർമൽ തയ്ക്കാൻ ഉപയോഗിക്കുന്ന ത്രെഡാണ് കേട്ടോ. ഞാനിവിടെ ഒരു വർദ്ധമാൻ്റെ നോർമൽ സൂയിങ് ത്രെഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ നീഡിൽ നമ്പർ 12 ആണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴുള്ള എല്ലാ വീഡിയോയിലും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നീഡിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണ്, ബിഗിനേഴ്സ് ആണെങ്കിൽ തീർച്ചയായും ആ വീഡിയോ ഒന്ന് കയറി കണ്ടു നോക്കണം കേട്ടോ. നിങ്ങളുടെ എല്ലാ ഡൗട്ടും മാറും. അപ്പോൾ നമ്മുടെ നീഡിൽ വന്നിരിക്കുന്നത് നീഡിൽ നമ്പർ 12 ആണ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാണ് കേട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യേണ്ടതെന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ നെക്ക് വന്നിരിക്കുന്ന ഒരു വൈഡ് റൗണ്ട് നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് ഈ ഒരു ലൈനിൻ്റെ ആവശ്യമില്ല, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ്. അപ്പോൾ നെക്കിൻ്റെ താഴത്തു നിന്ന് ഒരു 2 ഇഞ്ചിൽ ഞാനിവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നെക്കിൻ്റെ അതേ ഷേപ്പിന് തന്നെ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 2 ഇഞ്ചിൽ നമ്മുടെ ഈ 3 കട്ട് ബീഡില്ലേ, നമുക്ക് നമ്മുടെ ഈ ഇവിടെ റൗണ്ട് പോർഷൻ വരുന്ന ഭാഗത്ത് ഫുള്ളും നമുക്ക് ഗോൾഡൻ കളർ റൗണ്ട് ബീഡ്സ് വെച്ച് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ വരച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ഫുള്ളും നമുക്ക് ഗോൾഡൻ കളർ റൗണ്ട് ബീഡ്സ് വെച്ച് കൊടുക്കണം. ബാക്കി എല്ലാ ഏരിയയിലും അത്യാവശ്യം തിക്കായിട്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ഈ ബ്ലൂ കളർ ബീഡ്സ് ഇല്ലേ, കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കണം. ഇടയ്ക്കായിട്ട് ചെറിയൊരു സ്പ്രെഡിങ് പോലെ മാത്രം നമുക്ക് ആൻറ്റി കളർ കട്ട് ബീഡ്സ് യൂസ് ചെയ്താൽ മതി. കൂടുതലും നമുക്ക് വേണ്ടത് ബ്ലൂ കളർ കട്ട് ബീഡ്സ് ആണ്. അപ്പോൾ അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഈ പോർഷൻസിലെല്ലാം നമുക്ക് ബ്ലൂ കളറും ഇടയ്ക്ക് വരുമ്പോൾ നമുക്ക് ആൻറ്റി കളർ കട്ട് ബീഡ്സും വെച്ച് കൊടുക്കാം. ഇതാണ് പാറ്റേൺ വരുന്നത്. അപ്പോൾ ഈ 2 ഇഞ്ചിൽ നമുക്ക് ഇത്രയും തിക്കായിട്ട് ചെയ്യണം. പിന്നെ ഒരു 1.25 അല്ലെങ്കിൽ 2 ഇഞ്ചിൽ വീണ്ടും നമ്മളൊരു ലൈൻ ഇതുപോലെ ഡ്രോ ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്ത കണക്ക് അത്രയും തിക്നെസ് വേണ്ട. ഇപ്പോൾ ഇതുപോലെ റൗണ്ട് വെച്ച് കൊടുക്കുക. റൗണ്ട് വരുന്ന ഭാഗത്ത് റൗണ്ടും പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് മാത്രം നമുക്ക് ബ്ലൂ കളർ കട്ട് ബീഡ്സും ആൻറ്റി കളർ കട്ട് ബീഡ്സും വെച്ച് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ചെയ്തതിൻ്റെ അത്രയും തിക്നെസ് വേണ്ടത് ഇതുപോലെ. ഫസ്റ്റ് നമ്മൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ യോക്ക് വരുന്നത് 14 ഇഞ്ചസ് ആണ്. ഈ 14 ഇഞ്ചസ് എവിടെ വരെയാണ് വരുന്നത് അവിടെ വരെ നമുക്ക് ചെറിയ സ്പ്രെഡിങ് മാത്രം, അതായത് ഗോൾഡൻ കളർ ഇവിടെ വെക്കുക, ഇവിടെ അങ്ങനെ അത്യാവശ്യം സ്പ്രെഡിങ് ആയിട്ട് മാത്രം കൊടുക്കുക. പിന്നെ ഈ വരുന്ന പോർഷൻസിലെല്ലാം നമുക്ക് ബ്ലൂ കളറും ആൻറ്റി കളർ കട്ട് ബീഡ്സ് ഒന്ന് സ്പ്രെഡിങ് പോലെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പേപ്പറിൽ ഡ്രോ ചെയ്ത് കാണിക്കാത്തത്. നമ്മുടെ മെറ്റീരിയൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാം കേട്ടോ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എനിക്ക് വരുന്ന എല്ലാ കമൻസിനും പരമാവധി ഞാൻ റിപ്ലൈ തരാറുണ്ട് കേട്ടോ. ഞാൻ ആർക്കും മനഃപൂർവ്വം റിപ്ലൈ തരാതിരുന്നിട്ടുള്ള. ഏതെങ്കിലും മെസ്സേജിന് റിപ്ലൈ തരാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ കഴിവതും എല്ലാ മെസ്സേജിനും റിപ്ലൈ ഇടാറുണ്ടേ. അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കിതുപോലെ ഗോൾഡൻ കളർ ബീഡ്സ് വെച്ച് കൊടുക്കാവേ ഇടയ്ക്കിടയ്ക്ക്.
ഓക്കെ, അപ്പോൾ ഇതുപോലെ വർക്ക് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ടാണ് ഞാൻ മൂന്ന് പാർട്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കണ്ടല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ബീഡ്സ് കൊടുത്തേക്കുന്നത്. ഒരു സെക്കൻഡ് പാർട്ടിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ഈ ഒരു ഗ്യാപ്പിൽ സെക്കൻഡ് പാർട്ടിൽ വരേണ്ട. ഫസ്റ്റ് നമുക്ക് നല്ല തിക്കായിട്ട് വരണം, സെക്കൻഡ് പാർട്ടിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വരണം. നമ്മൾ നമ്മുടെ യോക്ക് ഏരിയയിലോട്ട് താഴോട്ട് പോകുന്ന ഭാഗത്ത് ഇത്രയും ഗ്യാപ്പിൽ ചെറിയൊരു ഇത് മാത്രം കൊടുത്താൽ, സ്പ്രെഡിങ് മാത്രം കൊടുത്താൽ മതി കേട്ടോ. വളരെ ഈസിയാണ്, പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നുമില്ല, ബിഗിനേഴ്സിനും ചെയ്തെടുക്കാൻ പറ്റുവേ. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. വളരെ ഈസിയാണ്, പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നുമില്ല. വളരെ ഈസിയായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാം. നമുക്ക് ഗോൾഡൻ കളർ റൗണ്ട് ബീഡ്സും നമ്മുടെ മെറ്റീരിയലിൻ്റെ സെയിം കളർ കട്ട് ബീഡ്സും പിന്നെ നമുക്ക് ആൻറ്റി കട്ട് ബീഡ്സും മാത്രം മതി കേട്ടോ വർക്ക് ചെയ്യാനായിട്ട്. വളരെ ഈസിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ്. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.